ബോംബെ ട്രെയിൻ സ്ഫോടന കേസിലെ 12 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നു. രാജ്യത്തെ ഞെട്ടിച്ച ഒരു ട്രെയിൻ ബോംബാക്രമണമായിരുന്നു. തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിലും ബോംബ് പൊട്ടി നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. 2006 സംഭവമാണ്. 6 മലയാളികളടക്കം 389 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ട്രെയിൻ യാത്ര ചെയ്ത പല സ്ഥലത്തും ട്രെയിനിലെ അകത്ത് സ്ഫോടനം ഉണ്ടായി. ബോംബെയുടെ പല ഭാഗത്തുമാണ് ആ സ്ഫോടനം സൈമുൾട്ടേനിയസ് ആയിട്ട് ഉണ്ടായത്. രാജ്യത്തെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ ഇത്ര പേർ കൊല്ലപ്പെട്ടു. ബോംബെയിലെ ATS ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷണം അന്ന് ഏറ്റെടുത്തു. ആ അന്വേഷണത്തിൽ ഏകദേശം 12 പേരെ ശിക്ഷിച്ചിരുന്നു. അതിൽ 15-ാം പ്രതിയായി പറഞ്ഞിരുന്ന ഒരാളെ വിടുകയും ചെയ്തു. 2015 പ്രത്യേക കോടതിയിൽ നിന്ന് അബ്ദുൾ വഹാബ് എന്നയാളെ വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ സംഭവം 2006 ശേഷം 19 വർഷം കഴിഞ്ഞപ്പോഴാണ് ബോംബെ ഹൈക്കോടതി ഈ കേസ് പരിശോധിക്കുന്നത്. ATSന്റെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും അന്വേഷണത്തിൽ പാളിച്ചകളുണ്ടെന്നും ഈ കേസിലെ പ്രതികൾ കുറ്റം ചെയ്തെന്ന് പറയാൻ നിവൃത്തിയില്ലെന്നും അതനുസരിച്ചുള്ള തെളിവുകൾ ഇതിനകത്ത് വന്നു ചേർന്നിട്ടുമില്ല എന്ന് ബോംബെ ഹൈക്കോടതി നിരീക്ഷണം നടത്തി. അങ്ങനെയാണ് ബോംബെ ഹൈക്കോടതി 12 പേരെ വെറുതെ വിട്ടത്. ഈ 12 പേരെ കുറ്റവിമുക്തരാക്കിയവരിൽ 7 പേർക്ക് ജീവപര്യന്തം തടവും 5 പേർക്ക് വധശിക്ഷയുമാണ്. അവരന്ന് മുതൽ കഴിഞ്ഞ ഏകദേശം 19 വർഷം ജയിലിൽ കിടന്നു. 5 പേരെ മരണശിക്ഷയ്ക്ക് വിധിച്ചവരും അതേ രീതിയിൽ കിടന്നു. അവരെ കൂടാതെ 7 പേർക്ക് ജീവപര്യന്തം തടവും. 19 വർഷം കഴിഞ്ഞപ്പോഴാണ് ബോംബെ ഹൈക്കോടതി അത് അപ്പീൽ കേട്ടത്. ഇവരെ എല്ലാവരെയും കുറ്റവിമുക്തരാക്കി. 5 പേരെ തൂക്കാൻ വിധിച്ചവരെ കുറ്റക്കാരല്ലെന്ന് കണ്ടു. 7 പേരെ ജീവപര്യന്തം തടവിന് രക്ഷിച്ചവരും കുറ്റക്കാരല്ലെന്ന് കണ്ടു. അവരെ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു എവിഡൻസ് കോടതിന് മുമ്പിൽ ഇല്ല എന്നാണ് ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ രാജ്യത്തുണ്ടായ ഇത്രയും ഭീകരമായ ഒരു ആക്രമണത്തിലെ പ്രതികളെ രക്ഷപ്പെട്ടു പോകുന്നത് 19 വർഷം കഴിഞ്ഞാണ്. ശരി, അത് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്ക് അതുപോലെ ATSനും അത് വളരെ ബുദ്ധിമുട്ടായി. ഇമ്മീഡിയറ്റ് ആയിട്ട് സോളിസിറ്റർ ജനറലിനെ അവർ സമീപിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടത്. അതുവരെ 19 വർഷം ജയിലിൽ കിടന്നവരെല്ലാം തുറന്നു വിട്ടു. തൂക്കാൻ വിധിച്ചവരെയും 5 പേരെയും 7 പേരെ ജീവപര്യന്തക്കാരെയും അപ്പോൾ തന്നെ വിധി വന്ന ആ സമയത്ത് തന്നെ അവർ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അതിനകത്ത് 15-ാം പ്രതിയായി നേരത്തെ വിട്ടയാൾ പറഞ്ഞു, ഇങ്ങനെ ശിക്ഷിച്ച് 19 വർഷം ഇട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. 19 കോടി 12 പേർക്ക് 19 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് അബ്ദുൾ വഹാബ് ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ വിധി ശരിയല്ല, അതുകൊണ്ട് ഹൈക്കോടതി സുപ്രീം കോടതി ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അടിയന്തരമായി ഇത് നോക്കണം. പ്രതികൾ ജാമ്യത്തിൽ പോകുന്ന അല്ലെങ്കിൽ പ്രതികൾ കോടതിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ വിധി സ്റ്റേ ചെയ്യാനായിട്ട് ATS മഹാരാഷ്ട്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് സുപ്രീം കോടതി പോയി. അവിടുത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയെ കണ്ടിട്ട് എമർജൻസി ആയിട്ട് അടുത്ത ദിവസം തന്നെ ഇത് കേൾക്കണം സുപ്രീം കോടതി എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെ BR ഗവായി മുമ്പാകെ ആവശ്യപ്പെട്ടു. ഇത് അടിയന്തര പ്രാധാന്യമുള്ളതാണ്. രാജ്യത്തെ ഞെട്ടിച്ച ഒരു സ്ഫോടന പരമ്പരകൾ ബോംബെ റെയിൽവേയിൽ നടന്നതാണ്. അതുകൊണ്ട് ഈ പ്രതികളെ ഇപ്പം വിട്ടാൽ ശരിയാകില്ല. ആ വിധി സ്റ്റേ ചെയ്യണം, ബോംബെ ഹൈക്കോടതിയുടെ ആ വിധി സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലെ സോളിസിറ്റർ ജനറൽ മുഖേന ചീഫ് ജസ്റ്റിസിനെ ആവശ്യപ്പെട്ടു. ഏതായാലും തിങ്കളാഴ്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി വിധി പറഞ്ഞത് ബുധനാഴ്ച സുപ്രീം കോടതി ഫയലിലെടുത്തു. BR ഗവായി ആ സോളിസിറ്റർ ജനറലിന്റെ അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തിലുള്ള ലിസ്റ്റ് ചെയ്ത് അത് അടുത്ത ബുധനാഴ്ച തന്നെ ബോംബെ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തെങ്കിലും സുപ്രീം കോടതി 19 വർഷം കഴിഞ്ഞ് തടവിൽ കഴിഞ്ഞ ആ പ്രതികളെ വിട്ടുപോയതിൽ അവരെ അത് ക്യാൻസൽ ചെയ്യാനും തയ്യാറായില്ല. അവർ തിരിച്ച് ജയിലിൽ കയറണമെന്ന് ഉത്തരവിട്ടുമില്ല. വളരെയധികം പ്രാധാന്യമുള്ള ഒരു കേസായിരുന്നെങ്കിലും അതിനകത്ത് ഒരു പ്രതികൾക്ക് ശിക്ഷ കൊടുക്കത്തക്ക രീതിയിലുള്ള കുറ്റങ്ങൾ വെളിവാക്കാനുള്ള എവിഡൻസ് ഇല്ല എന്നുള്ളതാണ് ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണം.
വളരെ നല്ല നിരീക്ഷണം തന്നെ. എവിഡൻസ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം മാത്രമേ ആ കേസുകൾ ചാർജ് ഷീറ്റ് കൊടുക്കാവുള്ളൂ. ഇതുപോലെ നിരപരാധികളായി പലരെയും ഇതിനകത്ത് പ്രതിയാക്കി അവരെ ശിക്ഷയ്ക്ക് വിധേയമാക്കിയാൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം. കാരണം കേരളത്തിലെ അടുത്ത കാലത്ത് അങ്ങനെ 2-3 കേസുകളുണ്ടായി. നഷ്ടപരിഹാരത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായി കേരള ഹൈക്കോടതി തന്നെ കേസുകൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തുകളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് പാകപ്പഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രതികളായി അതിനകത്ത് ചേർക്കുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ചുമതല സർക്കാരിനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാവുന്നു എന്നാണ് ഈ വിധിയിൽ നിന്ന് മനസ്സിലാകുന്നത്. രാജ്യത്തെ ഞെട്ടിച്ച ഇത്രയും വലിയ സ്ഫോടനാത്മകമായ ഒരു സംഭവം അതിനകത്ത് എവിഡൻസ് ഇല്ല എന്നാണ് ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണമെന്ന് നമ്മൾ മറക്കരുത്. കാരണം ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം.